PC ജോർജിന്റെ ജാമ്യ ഹർജി വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് കോടതിക്ക് റിപ്പോർട്ട് നൽകി. ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു. പക്ഷേ നടപടികൾ പൂർത്തിയാക്കിയെങ്കിൽ ജാമ്യം നിഷേധിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണെന്ന് PC ജോർജിന്റെ അഭിഭാഷകൻ ചോദിച്ചു. മുൻ കോടതി ഉത്തരവുകൾ PC ജോർജ് ലംഘിച്ചതായി രേഖയില്ലെന്നും മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് PC ജോർജിന് അവകാശമില്ലേ എന്നും അഭിഭാഷകൻ ചോദിച്ചു. മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ, എന്താണ് അഭിഭാഷകന്റെ വാദം? വിവരങ്ങൾ. ഇന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു വാദം തന്നെയാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. പക്ഷേ എന്തുകൊണ്ട് PC ജോർജിന് ജാമ്യം നിഷേധിക്കുന്നു എന്ന വാദത്തിൽ കൂടുതലൊന്നും പറയാൻ അഭിഭാഷകൻ, അതായത് പരാതിക്കാരൻ്റെ അഭിഭാഷകനോ അതുപോലെ തന്നെ പ്രോസിക്യൂഷനോ പ്രധാനപ്പെട്ട പുതിയ വാദങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ നടന്ന കാഴ്ച. ഇന്ന് രാവിലെ തന്നെ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതായാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതായാണ് പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്നു എന്നുള്ളതായിരുന്നു ഉയർന്നു വന്ന ചോദ്യം. പക്ഷേ ഇതിന് മുൻ കോടതി ഉത്തരവുകളെല്ലാം തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം PC ജോർജ് ലംഘിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ PC ജോർജിൻ്റെ പല വാദങ്ങളും ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ് എന്നതടക്കമുള്ള വാദങ്ങൾ ഉയർത്തിയപ്പോൾ ഇതെല്ലാം വിചാരണ സമയത്ത് പറയേണ്ട കാര്യങ്ങളാണ്, തെളിവുകൾ കൊണ്ടുവന്നതിന് ശേഷം സമർത്ഥിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ഇപ്പോൾ ജാമ്യം നൽകുന്നതിന് എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാദങ്ങളൊന്നുമല്ല ഇത് എന്ന് PC ജോർജിൻ്റെ അഭിഭാഷകൻ തിരിച്ച് വാദം ഉന്നയിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏതായാലും കോടതി ഇക്കാര്യത്തിൽ ചോദിച്ച് വീണ്ടും ഈ പോലീസ് റിപ്പോർട്ടിന് പുറമെ തന്നെ കോടതി പ്രോസിക്യൂഷന് ചോദിച്ചത് ഇനിയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ്. അപ്പോൾ കസ്റ്റഡിയിൽ ഇനി വാങ്ങേണ്ട ആവശ്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ലഭ്യമായിരിക്കുന്ന മറുപടി. അതോടൊപ്പം തന്നെ PC ജോർജിൻ്റെ ആരോഗ്യ വിവരങ്ങൾ കൂടി PC ജോർജിൻ്റെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിക്കുകയുണ്ടായി. ആൻജിയോഗ്രാം അടക്കമുള്ള കാര്യങ്ങൾ, ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി പോകേണ്ടതുണ്ട്, മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് കൂടുതൽ വലിയ ആശുപത്രിയിലേക്ക് ചികിത്സ തേടേണ്ടതുണ്ട് എന്ന് അഭിഭാഷകൻ അറിയിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ജാമ്യം നൽകിയതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്, അല്ലെങ്കിൽ ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പൂർണ്ണമായും ശക്തമായിട്ടുള്ള വാദത്തിന് ശേഷം ഇക്കാര്യത്തിൽ വിധി പറയാൻ വേണ്ടി നാളേക്ക് മാറ്റുകയാണ്. അതേസമയം തന്നെ പരാതിക്കാരൻ്റെ അഭിഭാഷകൻ ഈ മെഡിക്കൽ രേഖകൾ സ്വാധീനം കൊണ്ട് കരസ്ഥമാക്കിയതാണ് എന്നുള്ളൊരു വാദം ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ ആ വാദത്തെ കോടതി തന്നെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. ജഡ്ജി ഇക്കാര്യം എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വാദം ഉന്നയിക്കുന്നത്, അങ്ങനെ ഒരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഡോക്ടർക്കെതിരെ നടപടി എടുക്കേണ്ടതല്ലേ എന്ന് തിരിച്ചു ചോദിക്കുക ആണ് കോടതി തന്നെ ചെയ്തത്. ആ വാദത്തിൽ നിന്ന് പിൻവാങ്ങുക തന്നെ പിന്നീട് ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇപ്പോൾ ശക്തമായിട്ടുള്ള വാദപ്രതിവാദത്തിന് ശേഷം ഇപ്പോൾ കോടതി കേസിൽ വിധി പറയാൻ, ജാമ്യം നൽകുന്നത് സംബന്ധിച്ച ഹർജിയിൽ വിധി പറയാൻ നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇന്ന് ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടന്നത്. മിഥുൻ അയ്യപ്പൻ വിവരങ്ങൾ നൽകിയത്.